പ്രിയരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന പഠന പരമ്പരയിലെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന 18-19 അധ്യായങ്ങളെ 7 വ്യത്യസ്ത രംഗങ്ങളിലായി ഒരു നാടകത്തിൽ എന്നതുപോലെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 6ാമത്തെ രംഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അനുസരണത്തിലൂടെ കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പഠനത്തിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പീലാത്തോസിൻ്റെ ചോദ്യം, കർത്താവ് നൽകുന്ന ഉത്തരം, ഉന്നതത്തിൽ നിന്നും നൽകപ്പെടുന്നില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കർത്താവിൻ്റെ മറുപടിയാണ് കർത്താവാണ് വിധിയാളനെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ രംഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യം നിശബ്ദതയിലുള്ള കർത്താവിൻ്റെ സഹനത്തെക്കുറിച്ചാണ്. എപ്രകാരമാണ് നിശബ്ദമായി കർത്താവ് സഹിക്കുന്നത് എന്നും അതിന് ഒരു പൂർവ്വ മാതൃക പ്രവചന ഗ്രന്ഥമായ യേശയ്യായുടെ 53-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹനദാസൻ്റെ ചിത്രവുമായി പീലാത്തോസിൻ്റെ അരമനയിൽ വിധി കാത്തു നിൽക്കുന്ന കർത്താവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാവണം യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം ഒരു വചനഭാഗം എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹനങ്ങളിലും ത്യാഗങ്ങളിലുമൊക്കെ എപ്രകാരമാണ് നിശബ്ദതയോടുകൂടെ അതിനെ സ്വീകരിക്കാൻ സാധിക്കുകയെന്നും അതുവഴിയായി അവയ്ക്ക് രക്ഷാകരമായ മൂല്യമുണ്ട് എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വചനഭാഗങ്ങൾ. നിശബ്ദതയുടെ അർത്ഥം മനസ്സിലാക്കുക പ്രയാസമാണ്. ലോകം വാചാലമാണ്. നമ്മളെല്ലാവരും ഒത്തിരിയേറെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് എന്തു തന്നെയായാലും, ഫീലിങ്സ് എന്തു തന്നെയായാലും അതൊക്കെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? മുഖത്തെ എക്സ്പ്രഷൻസ് വരുമെങ്കിലും ശാരീരികമായ അവയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊക്കെ സാധിക്കുന്നുണ്ട് എങ്കിലും വാക്കുകളിലൂടെയാണ് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമ്മളൊക്കെ പലപ്പോഴും വാചാലമായി സംസാരിക്കുന്നവരാണ്. എന്നാൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മൗനം വാചാലമാകുന്ന ഒരു അവസരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് വിവിധ വികാരങ്ങൾ പ്രകടമാക്കുന്ന നിശബ്ദതയെയാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ സ്നേഹവും വേദനയും സന്തോഷവും നന്ദിയും ഒരുപക്ഷെ വെറുപ്പും അസൂയയും കോപവും എന്നീ വികാരങ്ങളും നിശബ്ദതയിലൂടെ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചിലവ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഭാവാത്മകമായ വികാരപ്രകടനങ്ങളാകാം. മറ്റു ചിലവ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള നെഗറ്റീവ് കൊണോട്ടേഷനുള്ള നിഷേധാത്മകമായ ചില വികാരപ്രകടനങ്ങളുമാകാം. അതുകൊണ്ട് തന്നെയാണ് സ്നേഹമായാലും വേദനയായാലും സന്തോഷമായാലും നന്ദിയായാലും അവയൊക്കെ പോസിറ്റീവായി നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുമ്പോൾ വെറുപ്പും അസൂയയും കോപവും തുടങ്ങിയ വികാരങ്ങളെ നിശബ്ദതയിലൂടെ ഡിസ്ട്രക്റ്റീവായി നിഷേധാത്മകമായും നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ പിന്നിൽ ഒരു നിശബ്ദ കുടുംബം തന്നെയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? നമ്മൾ ആരൊക്കെ ത്യാഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് എങ്കിലും ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയോടൊപ്പം ആ വ്യക്തിയുടെ കുടുംബവും നിശബ്ദമായി സഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചില വ്യക്തികളെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നു.
അവയിൽ ചിലതൊക്കെ സത്യമാകാം, മറ്റു ചിലതൊക്കെയും ദുരാരോപണങ്ങളാകാം, അസത്യ പ്രചരണങ്ങളാകാം. സാമൂഹിക മാധ്യമത്തിൻ്റെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലും ലോകത്തിലുമാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് എന്ന കാരണത്താൽ തന്നെ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കയ്യിലുള്ള ഒരാൾ അതിൽ ഡാറ്റ വഴിയായി ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ഒരു ചാനൽ മുതലാളിയാണ് എന്ന് പറയാൻ പറ്റും. കാരണം ലൈവായി കാര്യങ്ങളെ അപ്പോഴപ്പോൾ ഈ ലോകം മുഴുവനും എത്തിക്കാൻ കഴിവുള്ള വിധം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതിൻ്റേതായ ഒത്തിരിയേറെ നന്മകളുണ്ട് കേട്ടോ. മീഡിയയുടെ നന്മയെ നമ്മളെല്ലാവരും എക്സ്പ്ലോർ ചെയ്യുകയും അവ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുക. എന്നാൽ ഇവയ്ക്ക് പുറകിൽ ഒരു തിന്മയുടെ വലിയ ഒരു ലോകം തന്നെയുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരു വ്യക്തിക്കെതിരായി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പല ആവർത്തി നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്, ഇത് ശരിയാണോ 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 എന്നത്. ആരെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ ദുരാരോപണങ്ങൾ പടച്ചുവിടുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകളെ പോലും നോക്കാതെ അവ ഷെയർ ചെയ്യുന്നത് വഴിയായി, ഫോർവേഡ് ചെയ്യുന്നത് വഴിയായി നമ്മളും ഈക്വലി കുറ്റക്കാരാകുന്നുണ്ട്. സൈബർ കുറ്റങ്ങൾ നിരവധിയാണ്, ഇന്ന് ഒത്തിരിയേറെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വർത്തമാനകാല യാഥാർത്ഥ്യമല്ലേ? ഒരു മനുഷ്യൻ്റെ കരിയർ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റ് മാത്രം മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൻ്റെ ഇപ്രകാരമുള്ള കുടിലതയും കപടതയും മനസ്സിലാക്കിക്കൊണ്ട് ഏറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഇടമായി നമ്മുടെ സാമൂഹിക മാധ്യമ പരിസരം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണ പറയാറുണ്ട്, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റിയല്ല എന്ന് പറയുന്നത് പോലെയാ പോസ്റ്റ് ചെയ്യുന്ന ഏതൊരു സാമൂഹിക മാധ്യമ കണ്ടൻറ്റുകളും. തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം അപ്പോൾ തന്നെ അത് ഷെയർ ചെയ്യപ്പെടുന്നു, ഫോർവേഡ് ചെയ്യപ്പെടുന്നു. വേണമെങ്കിൽ അത് തെറ്റാണ് എന്ന് നിനക്ക് തോന്നുമ്പോൾ നിനക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ ഫോർവേഡ് ചെയ്തവരും ഷെയർ ചെയ്തവരും വഴിയായി അതൊരിക്കലും നിലയ്ക്കാത്ത ഒരു കുത്തൊഴുക്കായി, ഒരു പ്രവാഹമായി മാറുന്നുണ്ട്. ഒരു വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുടെ പുറകിൽ നിശബ്ദമായി ഒരു കുടുംബം തന്നെയും സഹിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ പോകരുത് കേട്ടോ. അതുകൊണ്ട് അല്പം കൂടെയൊക്കെ സാമൂഹിക മാധ്യമ ഇടപെടലുകളിൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഇതോടുകൂടെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വയ്ക്കാനുണ്ട്. ആരെക്കുറിച്ചും ആയിക്കൊള്ളട്ടെ കേട്ടോ, ആരെക്കുറിച്ചും ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ വിലയിരുത്തി സത്യസന്ധമായി മാത്രം ഇടപെടേണ്ടുന്ന ഒരിടമായി സാമൂഹിക മാധ്യമങ്ങളെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഒത്തിരിയേറെ വെറുപ്പ് പടർത്തുന്ന, ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്തുന്ന, ഒരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ കൺമുമ്പിലില്ലേ? അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ പിന്നിൽ നിശബ്ദമായി സഹിക്കുന്ന ഒരു കുടുംബമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമുള്ള അനേകം കുടുംബങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിശബ്ദമായി സഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. പലവിധ കാരണങ്ങളാൽ ചെയ്ത കുറ്റത്തിനും ചെയ്യാത്ത കുറ്റത്തിനും ഇപ്രകാരം സഹിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുണ്ട്. യേശുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദൈവപിതാവും പരിശുദ്ധ കന്യകാമറിയവും സ്നേഹശിഷ്യനും ഭക്തസ്ത്രീകൾ തുടങ്ങിയവരെല്ലാവരും അവന് വേണ്ടി നിശബ്ദമായി സഹിച്ച കുടുംബാംഗങ്ങളെ പോലെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരമൊക്കെ ഇടപെടുമ്പോൾ അതിനു പുറകിൽ സഹിക്കുന്ന അനേകം പേരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടപെടലുകൾ. ദൈവിക പദ്ധതിയുടെ രഹസ്യാത്മകതയുടെ ഒരു പ്രകാശനമായി ഈ നിശബ്ദതയെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരാരും ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അതിന് തുമ്പുണ്ടെങ്കിലും തുമ്പില്ലെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായി ചിലപ്പോഴെങ്കിലുമൊക്കെ പോലീസ് കേസുകളാകുന്ന സംഭവങ്ങളൊക്കെയും വരുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ തൻ്റെ ഭാഗം പറയാത്തത് എന്ന് ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്.
പ്രിയപ്പെട്ടവരെ, നിശബ്ദമാക്കി കളയുകയാണ്. വലിയ ഡിപ്രഷനിലേക്കും മറ്റും മനുഷ്യർ പോകാനുള്ള കാരണമായി ഇപ്രകാരമുള്ള സാമൂഹിക മാധ്യമ ഇടപെടലുകൾ മാറുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സത്യം വെളിച്ചത്ത് വരട്ടെ. വെളിപ്പെടുത്തലുകളൊക്കെയും നല്ലതാണ്. അതിൽ സത്യത്തിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ, നീതിയുക്തമാണ് പെരുമാറുന്നത് എങ്കിൽ എന്നോർത്തുകൊണ്ട് ആദ്യം പറയുന്നയാൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇരവാദമായി മാറുകയും പുറകെ ആരെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരെ വേട്ടപ്പട്ടികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ രീതി പ്രിയപ്പെട്ട ഒരു വലിയ അപകടകരമായ കാര്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും ജാഗ്രതയുള്ളവരാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇതോടുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കാരണം ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയോടൊപ്പം ഒരു കുടുംബം, ഒരു സമൂഹം തന്നെയും ത്യാഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ നിശബ്ദമാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സങ്കീർത്തകൻ്റെ വാക്കുകൾ ഇവിടെ സ്മരണാർഹമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കിയാൽ ആ വാക്കുകൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. സങ്കീർത്തനം 38 അധ്യായം 14-15 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല. കർത്താവേ, അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത്. എത്ര മനോഹരമായ വാക്യങ്ങളാണെന്ന് നോക്കിയേ. സഹനദാസനായി ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സങ്കീർത്തന വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഓർമ്മപ്പെടുത്താനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയാണ്. ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ, ഒരു മറുപടിയും പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമുക്കെതിരായി ആവശ്യത്തിനും അനാവശ്യത്തിനും വിധി പ്രസ്താവങ്ങൾ നടത്തുമ്പോൾ കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്ന വിധത്തിൽ എല്ലാവരും ജഡ്ജിമാരായി തീരുമ്പോൾ, കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെയും കയറെടുക്കുന്ന സ്വഭാവമുള്ള ഒരു ലോകത്തിൽ മാധ്യമത്തിലെ വാർത്താ അവതാരകരും റിപ്പോർട്ടർമാർ പോലും ജഡ്ജിയുടെ മേലങ്കികൾ അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പരിസരങ്ങളില്ല നമ്മളൊക്കെയും ജീവിക്കുന്നത്. അപകടകരമായ ഒരു പ്രവണത ഇവയ്ക്കെല്ലാം പിന്നിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും കർത്താവെ, അങ്ങാണ് എനിക്ക് വേണ്ടി ഉത്തരമരുളേണ്ടത് എന്ന് പറഞ്ഞ് ചിലപ്പോഴെങ്കിലുമൊക്കെ മൗനത്തിലേക്ക്, നിശബ്ദതയിലേക്ക് കൂപ്പുകുത്തേണ്ടി വരുന്ന അവസരങ്ങളുണ്ടാകാം. ആരെയും ന്യായീകരിക്കാനല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തിലെ ജാഗ്രതയുള്ളവരാകാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. മാനുഷികമായി ചിന്തിച്ചാൽ ഈശോയുടെ നിശബ്ദതയ്ക്ക് ഒരു കാരണം മറുപടിയുടെ പ്രസക്തിയില്ലായ്മ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ചില സമയങ്ങളിൽ മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് തോന്നാറില്ലേ? കാരണം മറുപടി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് മനസാന്നിധ്യമുള്ളവരല്ല, അതിനുള്ള ക്ഷമയുള്ളവരല്ല. പലപ്പോഴും വെറുതെ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവിടെയൊക്കെയും നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടത് ചില നിശബ്ദതകൾ ഒത്തിരിയേറെ പ്രസക്തമായി തീരുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതത്തെ തുടർന്ന് പ്രധാന ആചാര്യനായ കയ്യഫാസ് സാൻഹെദ്രീൻ സംഘത്തോടൊപ്പം ഈശോയെ വധിക്കാൻ തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 11 അധ്യായത്തിൻ്റെ 45 മുതൽ 54 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്തു ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനമെടുത്തിട്ട് പിന്നെ ചർച്ചയ്ക്ക് വിളിക്കുക ഭോഷ്കാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരാളെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മുൻവിധിയോടുകൂടെ അല്ല നമ്മൾ ആരും ഇരിക്കേണ്ടത്. തീരുമാനമെടുത്തിട്ട് ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല. നമുക്ക് സൗകര്യപ്രദമായ തീരുമാനങ്ങൾ എടുത്തിട്ട്, നമുക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങൾ എടുത്തിട്ട് എതിർ പാർട്ടിയെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി അപഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൽ തന്നെ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച സംഭവം നടക്കുന്ന വലിയൊരു അത്ഭുതം, ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുതം ചെയ്തു നിൽക്കുന്ന കർത്താവിനെ വധിക്കാൻ വേണ്ടിയിട്ട് സാൻഹെദ്രീൻ സംഘവുമായി പ്രധാന ആചാര്യനായ കയ്യഫാസ് തീരുമാനമെടുത്തു കഴിഞ്ഞതാ. എന്നിട്ടാണ് 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ
കേൾക്കാൻ വേണ്ടിയിട്ട് നീ എന്നോട് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ച് പീലാത്തോസ് കർത്താവിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ ആയിത്തീരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? വിധിയൊക്കെ പ്രസ്താവിച്ച് കഴിഞ്ഞതിന് ശേഷം കേൾക്കാൻ തയ്യാറാകുന്നതിൽ കാര്യമൊന്നുമില്ല. ആദ്യം കേൾക്കണം. രണ്ട് ഭാഗങ്ങളും കേട്ട് കോംപ്രഹെൻസീവായി മനസ്സിലാക്കിയ ശേഷമാണ് സാധാരണഗതിയിൽ കോടതികൾ ഒരു വിധി പ്രസ്താവം നടത്തുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും കോടതിയുടെ വിധി പ്രസ്താവം കേൾക്കാൻ വേണ്ടിയിട്ട് ക്ഷമ കാണിക്കാതെ മാധ്യമങ്ങൾ വിധി പറയുന്ന ഒരു ലോകം, ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ മുൻപിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടെ കേൾവിക്കാരത് എടുക്കണം കേട്ടോ. എല്ലാ മാധ്യമ വാർത്തകളും ശരിയാണ്, 100% സത്യസന്ധമാണ് എന്നൊന്നും ആരും വിചാരിച്ച് വശായേക്കരുത്. സത്യസന്ധമായ കാര്യങ്ങളെ സത്യസന്ധമായും നീതിയുക്തമായവയെ അങ്ങനെ തന്നെയും കാണാനും അല്ലാത്തവയെ തള്ളിക്കളയാനും ഞാനും നിങ്ങളും ജാഗ്രതയുള്ളവരാകണം, ബോധ്യങ്ങൾ ഉള്ളവരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എടുത്തിരിക്കുന്ന തീരുമാനത്തെ നിയമപരമായി സാധൂകരിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു കർത്താവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ പീലാത്തോസ് നടത്തിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീരുമാനം എടുത്തിട്ട് അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ചോദ്യം ചെയ്യുന്ന രീതി. അതുകൊണ്ട് മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയുന്നത് കൊണ്ടാണ് അവൻ നിശബ്ദനായത് എന്ന്. നിശബ്ദമായ സഹനം പലപ്പോഴും രക്ഷാകരമായ അനുഗ്രഹം നൽകും എന്നുമുള്ള ഒരു തിരിച്ചറിവ്. അതേസമയം തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ചോദ്യം ഉയർന്നപ്പോൾ അതിന് വ്യക്തമായ ഭാഷയിൽ കർത്താവ് ഈ വിധിയുടെ സമയത്തും ചോദ്യം ചെയ്യേണ്ട സമയത്തും മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൻ്റെ 64-ാം തിരുവചനത്തിൽ തൻ്റെ ദൈവപുത്രത്തെക്കുറിച്ച് കയ്യഫാസിൻ്റെ മുൻപിലും അതിനുശേഷം യോഹന്നാൻ 18-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ തൻ്റെ രാജത്വത്തെക്കുറിച്ച് പീലാത്തോസിൻ്റെ മുൻപിലും ഈശോ അസന്നിഗ്ധമായി തന്നെയും മറുപടി കൊടുക്കുന്നുണ്ട്. തൻ്റെ ദൈവപുത്രത്തെക്കുറിച്ചും തൻ്റെ രാജത്വത്തെക്കുറിച്ചുമുള്ള മറുപടികൾ കർത്താവ് കൃത്യമായി തന്നെയും നൽകുന്നതായി നമ്മൾ കാണുകയാണ്. ഈശോ ഇവിടെ അനീതിപരമായ വിചാരണയെ ചോദ്യം ചെയ്യുന്നതാണ് യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു മറുഭാഗം എന്നുള്ളത്. ചിലപ്പോൾ അവൻ നിശബ്ദനാകുന്നു, ചിലപ്പോൾ അവൻ ചോദ്യം ചെയ്യുന്നു, ചിലപ്പോഴെങ്കിലുമൊക്കെ അവൻ വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കുന്നു. വിവേകത്തോടുകൂടെ വേണം ഇപ്രകാരമുള്ള ചോദ്യം ചെയ്യലുകളെ നേരിടാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈശോയുടെ നിശബ്ദത അർത്ഥവത്തായ ഒന്നായി നമുക്ക് കാണാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തൻ്റെ സഹനങ്ങളെ കാണുവാനും സ്വീകരിക്കുവാനും ഈശോ ഇവിടെ ശ്രമിക്കുകയാണ്. തൻ്റെ പീഡകരെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തോട് സഹകരിക്കുന്നവരായി കരുതാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഈശോ പരിശ്രമിച്ചത്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പോലും പിതാവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവിനെ കൊണ്ട് സാധിച്ചത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് 6-ാം രംഗത്തിൽ യോഹന്നാൻ സുവിശേഷകൻ കർത്താവിൻ്റെ ചോദ്യം ചെയ്യലിനെയും വിധിയെയും 7 രംഗങ്ങളായി അവതരിപ്പിക്കുന്നതിൻ്റെ 6 രംഗങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചും പഠിച്ചും അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മൾ 7-ാം രംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വിധിയെക്കുറിച്ചുള്ള 7-ാം രംഗം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 13-ാം വാക്യം മുതൽ 16a വരെയുള്ള വാക്യങ്ങളാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വചനഭാഗം നമുക്കാദ്യം വായിച്ചു കേൾക്കാം, അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വചനഭാഗം ഇതാണ്. യോഹന്നാൻ 19-ാം അധ്യായം 13 മുതൽ 16a വരെയുള്ള വചനഭാഗങ്ങൾ. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ
ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പ്രധാന പുരോഹിതന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മുടെ വിഭജനമനുസരിച്ച് 7-ാമത്തെയും അവസാനത്തേതുമായ രംഗമാണ്. കർത്താവിനെ വിധിക്കുന്ന അവസാനത്തെ രംഗം. ഈ വിധിയുടെ രംഗത്തിന് ഈശോയുടെ രാജത്വവും വിധികർത്തൃത്വവും പ്രഖ്യാപിക്കപ്പെടുന്ന രംഗമായി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മിശിഹായുടെ രാജത്വത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നടക്കുന്നുണ്ട്. താൻ രാജാവാണ് എന്ന് അസന്നിഗ്ധമായി കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന വചനഭാഗമായി നമുക്ക് 13 മുതൽ 16 വരെയുള്ള വചനഭാഗങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പീലാത്തോസ് ഈശോയെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹീബ്രു ഭാഷയിൽ ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ പീലാത്തോസ് ഇരിക്കുന്നുണ്ട്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ. അന്ന് പെസഹായുടെ ഒരുക്കത്തിനായുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു എന്നും കൃത്യതയോടുകൂടെ സമയം പോലും യോഹന്നാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. 13, 14, 15 വാക്യങ്ങളിൽ നമ്മൾ വായിച്ച വചനഭാഗം അതാണ്. ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഈ ലോകത്തിൻ്റെ മുൻപിൽ നിർത്തുകയാണ്. ഈശോയുടെ നിരപരാധിത്വം മനസ്സിലാക്കിയ പീലാത്തോസ് ഈശോയെ വിട്ടയക്കാൻ ശ്രമിച്ചു എങ്കിലും അത് സീസറുമായുള്ള നല്ല ബന്ധത്തിന് കോട്ടം വരുത്തുമെന്നുള്ള ഭയം ആ ശ്രമത്തിൽ നിന്നും പിന്മാറാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചു എന്ന് വേണം ഈ വചനഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സീസറുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അധികാരം, അതിന്മേലുള്ള അധികാരത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. ചേട്ടൻ ബാവ അനിയൻ ബാവ കളിക്കുന്ന ഒരു രംഗമാണിത്. സീസറുമായി ഒരു തർക്കത്തിലും ഏർപ്പെടാൻ താല്പര്യമില്ലാത്ത പീലാത്തോസ് തൻ്റെ കസേര സ്ഥിരമാക്കാൻ വേണ്ടി സീസറിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കർത്താവ് നിഷ്കളങ്കനാണെന്നും അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളൊക്കെയും വെറുതെയാണ്, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് മാത്രമാണ് എന്നും തിരിച്ചറിഞ്ഞ പീലാത്തോസാണ് സീസറുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ആഗ്രഹത്തെ പ്രതി കർത്താവിനെ ക്രൂശിക്കാനായി വിട്ടുകൊടുക്കുന്നത് എന്നുള്ളത് ഈ ലോകം കണ്ട ഏറ്റവും അനീതി നിറഞ്ഞ വിധി പ്രസ്താവങ്ങളിലൊന്നായി രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഭയം മൂലം പിന്മാറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാതെ ഈശോയെ കുരിശുമരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന പീലാത്തോസിൻ്റെ അനീതിപൂർവകമായ ഈ വിധി അധികാരവുമായി സമരസപ്പെട്ടു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇത് യോഹന്നാൻ ശ്ലീഹ വളരെ നാടകീയമായും സൂചനാത്മകമായും ഇവിടെ അവതരിപ്പിക്കുകയാണ്. പീലാത്തോസ് വിധി പ്രസ്താവന നടത്തുന്ന സ്ഥലത്തിരുന്ന് പെസഹായുടെ ഒരുക്ക ദിവസത്തിൻ്റെ 6-ാം മണിക്കൂറിൽ ഈശോയുടെ രാജത്വത്തെ പ്രഖ്യാപിക്കുകയും ഈ രാജത്വം യഹൂദരാൽ നിരസിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും അതേ തുടർന്ന് ഈശോയെ കുരിശുമരണത്തിനായി വിട്ടുകൊടുക്കുന്നു എന്നുള്ളതും ജെറുസലേം ദേവാലയത്തിൽ പെസഹാ കുഞ്ഞാടുകൾ കൊണ്ടുവരപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സമയത്ത് പുതിയ പെസഹാ കുഞ്ഞാടായ മിശിഹ വധിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നു എന്നുള്ള ദൈവശാസ്ത്രപരമായ സൂചനയും
ഇവിടെ നൽകപ്പെടുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ ഈ വചനഭാഗത്തിൻ്റെ നാടകീയമായ ഒപ്പം സൂചനാത്മകമായ അവതരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം ഇതൊക്കെയല്ലേ? വധിക്കപ്പെടാൻ പോകുന്ന പെസഹ കുഞ്ഞാടിനെ പോലെ കർത്താവ് വധിക്കപ്പെടാനായി നിന്നുകൊടുക്കുകയാണ്. അതോടൊപ്പം ഈശോയുടെ രാജത്വം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. അവിടുന്ന് ദൈവജനത്താൽ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന വസ്തുതയും ഇവിടെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെയും നിങ്ങളുടെ രാജാവിനെ ഞാൻ കൊല്ലണമെന്നാണോ എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്ന് പുരോഹിത പ്രമുഖന്മാർ വിളിച്ചു പറയുന്ന വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും മറ്റൊന്നല്ല. പ്രിയപ്പെട്ടവരെ, അവിടെ പീലാത്തോസ് ചോദിക്കുന്ന വാക്കുകൾ കറക്റ്റല്ലേ? നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ പ്രധാന പുരോഹിതന്മാർ തന്നെയാണ് വിളിച്ചു പറയുന്നത്, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. കർത്താവിൻ്റെ ദൈവത്വത്തെ തള്ളിപ്പറയുകയാണ് പ്രധാന പുരോഹിതന്മാരിവിടെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ രാജത്വം മുഖമുദ്രിതമായിരിക്കുന്ന ഒരു ജനതയായിരുന്നു ഇസ്രയേൽ ജനമെന്ന് പഴയ നിയമത്തിലെ വായനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാനും ചില റെഫറൻസുകൾ നിങ്ങളുടെ പിന്നീടുള്ള പഠനത്തിന് വേണ്ടി ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 23-ാം തിരുവചനവും സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായം 7-ാം തിരുവചനവും സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 16 വരെ വാക്യങ്ങളും സങ്കീർത്തന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 7-ാം തിരുവചനവും കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജത്വം മുഖമുദ്രയാക്കിയ ഒരു ജനതയായിരുന്നു ഇസ്രയേൽ ജനമെന്നുള്ളതിൻ്റെ കൃത്യതയുള്ള വിവരണങ്ങളാണ് ഈ വാക്യങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി ലോകത്തിലേക്ക് വന്ന മിശിഹായുടെ രാജത്വത്തെ തള്ളിപ്പറഞ്ഞ് സീസറിൻ്റെ രാജത്വം സ്വീകരിച്ചുകൊണ്ട് ഇസ്രയേൽ ജനം ദൈവജനമല്ലാതായി തീർന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളതും ഒരു നിരീക്ഷണമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നു പറഞ്ഞാൽ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, മനസ്സിലാക്കുക, കർത്താവിനെ തള്ളിപ്പറയുന്നത് വഴിയായി നാം ദൈവത്തിൻ്റെ മക്കളല്ലാതായിത്തീരുന്നു, ദൈവജനമല്ലാതായിത്തീരുന്നു. ജാഗ്രതയുള്ളവരാകാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാം, അവൻ്റെ കാലടികളെ പിഞ്ചെല്ലാം, അവൻ്റെ കൈത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹമൊഴുകും. അവ സ്വീകരിക്കാൻ സാധിക്കട്ടെ. ആമേൻ.